ബലപ്രയോഗത്തിലൂടെ മനസ്സമാധാനം നിലനിർത്താനാവില്ല. മനസ്സിലാക്കിയാൽ മാത്രമേ അത് നേടാനാകൂ. യാഥാർത്ഥ്യം എല്ലായ്പ്പോഴും ജനപ്രിയമല്ല. ജനപ്രിയമായത് എല്ലായ്പ്പോഴും ശരിയുമല്ല. പ്രതിഭയും മണ്ടത്തരവും തമ്മിലുള്ള വ്യത്യാസം പ്രതിഭയ്ക്ക് അതിൻ്റേതായ പരിമിതികൾ ഉണ്ട് എന്നതാണ്. സ്കൂളിൽ പഠിച്ചത് മറന്നു കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്താണോ അതാണ് വിദ്യാഭ്യാസം. എല്ലാവരും ഒരു പ്രതിഭയാണ്. എന്നാൽ മത്സ്യത്തിന് മരത്തിൽ കയറാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് മണ്ടത്തരമാണെന്ന് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കും. നിങ്ങൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം നേടിയിട്ടുള്ള ഒരാളേക്കാൾ ശക്തരാണ്. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത് ഞാൻ വെറുക്കുന്നു. ദുർബലരായ ആളുകൾ പ്രതികാരം ചെയ്യുന്നു, ശക്തരായ ആളുകൾ ക്ഷമിക്കുന്നു, ബുദ്ധിയുള്ള ആളുകൾ അവഗണിക്കുന്നു. ബുദ്ധിയുടെ യഥാർത്ഥ ലക്ഷണം അറിവല്ല, ഭാവനയാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് നോ പറഞ്ഞ എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവനാണ്. അവർ കാരണമാണ് ഞാനത് സ്വയം ചെയ്യുന്നത്. വളരെയധികം വായിക്കുകയും തലച്ചോർ വളരെക്കുറിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അലസമായ ചിന്താശീലത്തിന് ഉടമയാകുന്നു. മനോഭാവത്തിൻ്റെ ബലഹീനത സ്വഭാവത്തിൻ്റെ ബലഹീനതയായി മാറുന്നു. അനുഭവമാണ് അറിവിൻ്റെ ഏക ഉറവിടം. എല്ലാ മതങ്ങളും കലകളും ശാസ്ത്രങ്ങളും ഒരേ മരത്തിൻ്റെ ശാഖകളാണ്. പ്രണയത്തിൽ വീഴുന്നതിന് നിങ്ങൾക്ക് ഗുരുത്വാകർഷണത്തിന് കുറ്റം ചാരാൻ കഴിയില്ല. ഭാവനയാണ് എല്ലാം. അത് ജീവിതത്തിലെ വരാനിരിക്കുന്ന ആകർഷണങ്ങളുടെ തിരനോട്ടമാണ്. പുരുഷൻ വിജയവും ലൈംഗികതയും ആഗ്രഹിക്കുന്നു, എന്നാൽ സ്ത്രീക്ക് ജീവിതത്തിൽ എല്ലാം വേണം. ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ്. അറിവ് പരിമിതമാണ്. അതേസമയം ഭാവന ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു, പുരോഗതിയെ ഉത്തേജിപ്പിക്കുന്നു, പരിണാമത്തിന് ജന്മം നൽകുന്നു. നിങ്ങൾ പഠിക്കുന്നത് നിർത്തിയാൽ നിങ്ങൾ മരിക്കാൻ തുടങ്ങും.